ഏതെങ്കിലും ബ്രദർമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് അവിടുന്ന് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടിയിട്ട് സുഖമായിട്ട് ജീവിക്കാമെന്ന് വിചാരിക്കരുത്. അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് എന്താ? ജീവിതത്തിലെ കഷ്ടതകളും ദുരിതങ്ങളും സ്വീകരിക്കാനുള്ള കൃപ തന്നെ തമ്പുരാനെ ഒന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ എന്റെ പാപനിമിത്തം വന്നതാണ് എന്റെ ഈ തകർച്ചയെങ്കിൽ, അതായത് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ തകർച്ചയ്ക്കും ദുരന്തത്തിനും അതിന്റെ അടിസ്ഥാന കാരണം എന്റെ പാപമാണെങ്കിൽ അതിൽ നിന്ന് എനിക്ക് മോചനം നേടാനും ആ പാപത്തിന് പരിഹാരം ചെയ്യാനും വഴി കാണിച്ചു തരണേ, അതിനുള്ള വഴി തെളിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കണം. മനസ്സിലായോ? അതല്ലാതെ കക്ഷത്തിലുള്ളത് പോകാനും പാടില്ല, ഉത്തരത്തിൽ എടുക്കും ചെയ്യണമെന്ന് പറയുന്നത് നടപടിയായി. ഇനി വരും ദിവസങ്ങളിലും ഇതേ മേഖലയെക്കുറിച്ച് തന്നെ ഒത്തിരിയേറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട്. ഓക്കെ, അപ്പം ശുശ്രൂഷകർക്ക് വേണ്ട സപ്പോർട്ട് നമ്മൾ കൊടുക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. പണം കൊണ്ട് അവരെ മൂടണമെന്നൊന്നുമല്ല പറയുന്നത്. നമ്മൾ ശുശ്രൂഷകർക്ക് അവർ എങ്ങനെ ചെയ്യും? കൃപയുള്ള ഒരു ശുശ്രൂഷകനെ എല്ലാവർക്കും ആവശ്യമാണ്. പ്രാർത്ഥിച്ചിട്ട് മെസ്സേജ് പറയാനും ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി കാണിച്ചു തരാനും ഒക്കെ ശുശ്രൂഷകരെ ആവശ്യമാണ്. പക്ഷെ അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് കൊടുക്കണം. എന്നാൽ മാത്രമേ അവർക്കും ആ മേഖലയിൽ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതോടൊപ്പം നമുക്ക് സാമ്പത്തികം മാത്രം കൊടുത്താൽ പോരാ, 2 മണിക്കൂർ 40 മിനിറ്റ് നമ്മുടെ സമയത്തിന്റെ, പണത്തിന്റെ ദശാംശം ആണ് മറ്റത്. വേറൊന്ന് നമ്മുടെ സമയത്തിന്റെ ദശാംശം നമ്മൾ മാറ്റി വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരെ സന്നിധിയിലോ ആത്മായ പ്രേക്ഷകരോ ഉൾപ്പെടെ ഉള്ള ശുശ്രൂഷകർക്ക് വേണ്ടി നമ്മൾ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം. അപ്പൊ ഇങ്ങനെ 2 സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സഭയിൽ ശുശ്രൂഷകരുണ്ടാവുള്ളൂ. ശുശ്രൂഷകരുണ്ടെങ്കിൽ മാത്രമേ ദൈവരാജ്യം വളരുന്ന ശുശ്രൂഷകൾ നടക്കുകയുള്ളൂ. അതിലൂടെ മാത്രമേ ദൈവരാജ്യം വളരുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലോകം മുഴുവൻ നേടിയാലും, ലോകത്തിലുള്ള മുഴുവൻ ആത്മാക്കളെ നേടിയാലും ഈ നേടാൻ ഇറങ്ങുന്നവന്റെ ആത്മാവ് നശിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകിച്ച് വചനപ്രഘോഷണ മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും ഞാൻ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുന്നു. ഈശോ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ ശുശ്രൂഷ മേഖലയിൽ തകർന്നൊരു വ്യക്തിയാണ് നീയെങ്കിൽ, പിന്തിരിഞ്ഞു പോയൊരു വ്യക്തിയാണ്, എവിടെയാണ് നിന്റെ ജീവിതത്തിൽ പാളിച്ചു വന്നതെന്ന് പരിശോധിക്കുക. എന്നിട്ട് തമ്പുരാന്റെ സന്നിധിയിലേക്ക് കടന്നു വരിക, ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുക. ആ ചാരം മൂടി കിടക്കുന്ന നിന്നിലെ വരദാനങ്ങളും കൃപകളും എല്ലാം ഒന്ന് ചാരം നീക്കി ആളി കത്തിച്ചെടുക്കുക. എന്നിട്ട് അതുകൊണ്ട് തണുത്ത് വിറങ്ങലിച്ചിരിക്കുന്ന ആത്മീയ മേഖലയിൽ തണുത്ത് വിറങ്ങലിച്ച് മരണാസന്നരായി കഴിയുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് ചൂട് പകർന്നു കൊടുക്കാൻ, പരിശുദ്ധാത്മാവിന്റെ ആ അരൂപ്യ പകർന്നു കൊടുക്കാനായിട്ട് നീ കത്തിച്ചൊലിച്ചുകൊണ്ട് സഭയുടെ ശുശ്രൂഷ മേഖലകളിലേക്ക് തിരിച്ചു വരിക.